വണ്ടൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കനത്ത ചൂടുണ്ട്. എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടികളൊക്കെ? അല്ല, ഇത്തവണത്തെ ഇലക്ഷൻ വളരെ കുറഞ്ഞ സമയമാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു സമയം മാറ്റിവെക്കാതെ മുഴുവൻ സമയ പ്രവർത്തനം മുഴുവൻ സമയം വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വണ്ടൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരാശങ്കയില്ല. മലപ്പുറം ജില്ലയിൽ ഇന്ന് പറയുന്നുണ്ടല്ലോ 16-ൽ 16 എന്നുള്ളത്. ആ 16 വണ്ടൂരും കൂടി ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയില്ല. മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഉൾപ്പെടെ വന്യജീവികളുടെ വലിയ പ്രശ്നം നിലനിൽക്കും. നമ്മൾ തന്നെ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ നിയമസഭയിൽ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ആ വിഷയത്തിൽ ഉൾപ്പെടെ ഇനി ഏത് തരത്തിൽ ഇടപെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഞങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ മാനിഫെസ്റ്റോ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വ്യക്തമായ സമീപനം. വന്യജീവി ആക്രമണത്തെ നേരിടുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗജീവികളെ പിടിക്കാനുള്ള കൂട് പോലും ഇന്ന് വനം വകുപ്പിൻ്റെ കീഴിലില്ല. ക്യാമറകളില്ല. പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിടിക്കുന്ന പാന്ത്രയിൽ നിന്ന് പിടിക്കുന്ന പുലിയെ കൊണ്ട് അപ്പുറത്തെ കാട്ടിൽ വിടും. ആ കാട്ടിൽ നിന്ന് 4-ാം ദിവസം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ശാസ്ത്രീയമായ ഒരു സമീപനം ഈ ഒരു കാര്യത്തിലില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വന്യജീവി ആക്രമണം പരമാവധി കുറയ്ക്കുന്നതിനും വന്യജീവി ആക്രമണം നേരിടുന്നവർക്കുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വന്യജീവി ആക്രമണത്തെ നേരിടുക എന്നുള്ളത്. പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വിമർശനങ്ങളിലൊന്ന് ഡീൽ എന്നുള്ളതാണ്. BJPയുമായിട്ടുള്ള ഡീലാണ്. നിയമസഭ നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഇവിടെ വ്യക്തമായിട്ട് എത്രയാണെന്ന് എനിക്കല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, ഡീല് ഞാൻ തവനൂരിൽ പോയിരുന്നു. ഞങ്ങൾ 16 നിയോജകമണ്ഡലങ്ങളും ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. UDF വളരെ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ പല ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ തവനൂർ മണ്ഡലത്തിൽ BJPയുമായിട്ട് ചില ഡീലുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മറ്റ് പല മണ്ഡലങ്ങളും അങ്ങനെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇല്ലാത്ത ഡീൽ എവിടെയും പിന്തുണ കൊടുത്തിട്ടില്ല. കേരളത്തിലെ നിയോജകമണ്ഡലങ്ങളിൽ ഇപ്പോൾ പറയുന്ന റാന്നി ആയാലും കോന്നി ആയാലും വർക്കല ആയാലും അവിടെയൊക്കെ സ്ഥാനാർത്ഥികളില്ലാത്ത പ്രശ്നമില്ല. ദുർബലരായ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുന്ന ഡീലാണ് നടത്തുന്നത്. അപ്പോൾ പരസ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് പിന്തുണയ്ക്കാൻ പരസ്പരം ഘടകകക്ഷികളല്ലല്ലോ. അപ്പോൾ അത്തരം ഡീലിൻ്റെ കാര്യത്തിൽ എനിക്ക് മതിയായ സംശയം തോന്നിയിട്ടുള്ള കാര്യം തവനൂരിലാണ്. തവനൂരിൽ ഒരു ഡീലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട് ചോദിക്കുന്നത്, ഇപ്പോൾ CPM ഒരു കാലം വരെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന STPI അവരുടെ വോട്ട് CPM ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ തയ്യാറായിട്ടില്ല. അതിനുള്ളൊരു മറുപടി അല്ല, അതിനുള്ള മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ SDPI മറിച്ച് നിലപാടെടുത്ത SDPI ആയിരിക്കും ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം. അത്രേ ഉള്ളൂ. ഇപ്പോൾ SDPയെ സംബന്ധിച്ചിടത്തോളം SDPI ആർക്ക് വോട്ട് ചെയ്യുന്നു? LDFനെ വോട്ട് ചെയ്താൽ SDPI വിശുദ്ധരാകും. ഇപ്പോൾ LDFനെ വോട്ട് ചെയ്യുന്നവരൊക്കെ വിശുദ്ധരാവുകയും അല്ലാത്തവരൊക്കെ പാപികളാവുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള നല്ല ബന്ധം അവർക്കുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അവർക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ SDPയുടെ കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് ഉണ്ടോ ഇല്ലയോ? ഉണ്ടില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് LDFന് തന്നെ സൂചന എന്ന രീതിയിലുള്ള നിലപാടുകൾ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. ഞാൻ രാവിലെ മുതൽ ഇന്ന് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ തന്നെ പര്യടനത്തിലാണ്. 1:30-2 മണിക്കാണ് കഴിഞ്ഞത്. അതിനുശേഷം ഇവിടെ വന്ന് ഇപ്പോൾ ലേഖൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം, VD സതീശൻ്റെ നിലപാട് കൊണ്ട് മാത്രമാണ് UDFനെ STPI പിന്തുണക്കാത്തതെന്ന് പറയുന്നുണ്ട്. എല്ലാ കാലത്തും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് തേടുന്ന കോൺഗ്രസ് പറയാറുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ പ്രത്യേകിച്ചും മുൻകാലത്ത് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞിവിടെ BJP ഉയർത്തുന്ന ദേശീയ തലത്തിലുള്ള വെല്ലുവിളികളാണ് ഏറ്റവും പ്രധാനം. അത് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ പ്രയോറിറ്റി ഞങ്ങൾ കൊടുക്കുമ്പോൾ CPM അവരെ സഹായിക്കുകയാണ്. അതാണ് ഞങ്ങൾ CPMനോടുള്ള ഞങ്ങളുടെ വിരോധം. വികസനവും ക്ഷേമ പ്രവർത്തനവും ചർച്ച ചെയ്യുന്നതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ആ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതാണ്. പിണറായി വിജയന് മൂന്നാമതൊരു ഗവൺമെൻറ് വരാൻ BJPയുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ആശയങ്ങളും ബലി കൊടുക്കലാണ്, കുഴിച്ചുമൂടലാണ്. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളിൽ BJPക്കെതിരെയുള്ള ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പിന്തുണ വാങ്ങും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. VD സതീശൻ്റെ നിലപാട് തിരുത്തിയ UDFനെ പിന്തുണക്കുന്ന ആലോചിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്യാം.
ഓക്കെ. സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് എ പി അനിൽകുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കരുവാരക്കുണ്ട് ഭാഗത്താണുള്ളത്. എന്തായാലും UDF-നെ സംബന്ധിച്ച് തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉണ്ണുത്തിയൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.